ദേവിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഈ വർഷത്തെ വാർഷികാഘോഷം സംഗമോത്സവം 2010 ആരംഭിക്കുകയായി. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ക്ഷണിച്ചുകൊള്ളും. കൂപ്പുകൈയുമായി നിൽക്കുന്നു ഞങ്ങൾ ഈ പ്രപഞ്ചാദി നാഥന്റെ മുന്നിൽ. സുപ്രമോദം ഉണരട്ടെ മണ്ണിൽ, സർഗശക്തിതൻ സംഗീതധാര. അന്തിമാനം ആനന്ദ ജ്യോതിസ്സും ബന്ധുരമാ ഉഷസ്സും നഭസ്സും. അന്തപൂവിലെ ഓരോ തളിരും ചിന്തിതാനന്ദമേ നിൻ വിലാസം. കൂപ്പുകൈയുമായി നിൽക്കുന്നു ഞങ്ങൾ ചിന്തിതാനന്ദമേ നിൻ വിലാസം. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ എം സനൽകുമാർ. സ്വാഗതം ആശംസിക്കുന്നതിനായി സംഗമോത്സവം 2010 ജനറൽ കൺവീനർ ശ്രീ പി സനൽകുമാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. എല്ലാ പേർക്കും നമസ്കാരം. സംഗമോത്സവം 2010 എന്ന പേരിൽ അറിയപ്പെടുന്ന ദേവിനഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ ഈ വർഷത്തെ വാർഷിക പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. അതിനുശേഷം ഈ നഗറിലെ മുതിർന്നവരും കൊച്ചുകുട്ടികളും ആയ വിവിധ ആൾക്കാർ പങ്കെടുക്കുന്ന രസകരമായതും വൈവിധ്യമാർന്നതുമായ കലാപരിപാടികൾ നടക്കുന്നതാണ്. ഈ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മഹത് വ്യക്തികളെ സ്വാഗതം ചെയ്തുകൊണ്ട് കാര്യപരിപാടികളിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ദേവിനഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ എം സുനിൽകുമാറിന് ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സംഗമോത്സവം 2010 ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടി കർമ്മമേഖലയിൽ വളരെയധികം തിരക്കുണ്ടായിട്ടും നമ്മുടെ ഈ കൊച്ചു നഗറിൻ്റെ ഉദ്ഘാടനത്തിന് സമയം കണ്ടെത്തിയ മുൻ കേന്ദ്ര സഹമന്ത്രിയും തിരുവനന്തപുരം പാർലമെൻറ്റ് മെമ്പറുമായ സർവശ്രീ ശ്രീ ശശി തരൂർ അവർക്ക് ദേവിനഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിൽ ഹൃദയംഗമായ സ്വാഗതം അർപ്പിക്കുന്നു. സംഗമോത്സവം 2010 ഈ സാംസ്കാരിക സമ്മേളനത്തിൽ ദേവിനഗർ നിവാസികളുടെ വിശിഷ്ടാതിഥിയായി എത്താമെന്നേറ്റിരുന്ന നഗരപിതാവ് ശ്രീ ജയൻ ബാബു അവർ എത്തിച്ചേർന്നിട്ടില്ല. എങ്കിലും യോഗ നടപടികൾ ആരംഭിച്ചിരിക്കെ ബഹുമാനപ്പെട്ട മേയർക്കും ഈ ദേവിനഗർ നിവാസികൾ സ്വാഗതം അരുളുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ ആശംസാ പ്രസംഗങ്ങൾ നടത്തുന്നതിന് വേണ്ടി നമ്മുടെ വാർഡ് കൗൺസിലറും വികസന പ്രവർത്തനത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നതുമായ ശ്രീമതി കുസുമകുമാരി അവർക്ക് ദേവിനഗർ റെസിഡൻസ് അസോസിയേഷൻ ഹൃദ്യമായ സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തതായി ദേവിനഗർ നിവാസികളുടെ ദേവിനഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻറ്റും വനിതാ മെമ്പറുമായ ശ്രീമതി സരോമണി അമ്മയ്ക്കും ഹൃദയപൂർവ്വം
സ്വാഗതം ചെയ്യുന്നു. ഈ വാർഡിൻ്റെ മുൻ കൗൺസിലറും വികസന പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിച്ചതുമായ ശ്രീ മണ്ണാമൂല രാജൻ അവർകൾക്കും സംഗമോത്സവം 2010 വേദിയിൽ സ്വാഗതം അർപ്പിക്കുന്നു. ഈ അസോസിയേഷൻ്റെ രക്ഷാധികാരിയായ സർവശ്രീ സി മോഹൻദാസിനെ ഈ വേദിയിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ അസോസിയേഷൻ്റെ മറ്റൊരു രക്ഷാധികാരിയും മുൻ പ്രസിഡന്റുമായ ശ്രീ സുശീലൻ ഈ വേദിയിലെത്തിയിട്ടില്ല എങ്കിലും അദ്ദേഹത്തിനും ഹൃദയപൂർവ്വം സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഇതൊരു വൻ വിജയമാക്കി തീർക്കാൻ നിങ്ങളേവരെയും ഈ സംഗമോത്സവം 2010 വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി എത്തിയ ആദരണീയനായ തിരുവനന്തപുരം പാർലമെന്റ് മെമ്പർ ശ്രീ ശശി തരൂർ അദ്ദേഹത്തിന് തിരക്കിനിടയിലും സമയം കണ്ടെത്തി ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. സർ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി അങ്ങേ സാദരം ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന എല്ലാ ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ദേവിനഗർ റെസിഡൻസ് അസോസിയേഷൻ മെമ്പേഴ്സ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ വരാൻ സാധിച്ചതിന് നല്ല സന്തോഷമുണ്ട്. നിങ്ങളുടെ ഈ ഉത്സവം കാണാൻ എനിക്ക് സമയമില്ലാത്തതിന് എനിക്ക് ശരിക്ക് ഒരു സങ്കടം തോന്നുന്നു. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. എനിക്ക് 7 മണിക്ക് ടാഗോർ സെൻറ്റിനറി ഹാളിൽ എത്താനൊരു വൈകിയ കാരണം കൂടുതൽ പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ ആവശ്യങ്ങളും എൻ്റെ ആവശ്യങ്ങളാണ്. തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ എൻ്റെ സമയം എല്ലാം ഉപയോഗിക്കുന്നത്. നമ്മുടെ പേരൂർക്കട മെൻ്റൽ ഹെൽത്ത് സെൻറ്റർ മുതൽക്ക് വിഴിഞ്ഞം തുറമുഖം വരെ എല്ലാ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്ന ഇടയിൽ നമ്മളുടെ കേരളത്തിൻ്റെ വികസനം